സംസ്ഥാനത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത തള്ളിക്കളയാൻ ആകാത്ത മണ്ഡലമാണ് പീരുമേട്. ഇടതുപക്ഷത്തിന് സിറ്റിംഗ് സീറ്റായ പീരുമേട് മണ്ഡലത്തിലെ MLA വാഴൂർ സോമൻ അന്തരിച്ച പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത നിലനിൽക്കുന്നത്. കേവലം 9 മാസങ്ങൾ മാത്രമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളത്. എന്നിരുന്നാൽ തന്നെയും ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാൽ അത് മുന്നണികൾക്കും പാർട്ടികൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു വർഷത്തിൽ കുറവ് കാലാവധി മാത്രമായതിനാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനും നടത്താതിരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട്. അതേസമയം 6 മാസത്തിൽ കൂടുതൽ കാലാവധി ഉള്ളതിനാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ നിശ്ചയിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് പീരുമേട് നിയമസഭാ മണ്ഡലം. പീരുമേട് താലൂക്കിലെ ഏലപ്പാറ, കൊക്കയാർ, കുമിളി, പീരുമേട്, പെരുവന്താനം, ഉപ്പുതറ, വണ്ടിപ്പെരിയാർ എന്നീ പഞ്ചായത്തുകളും ഉടുമ്പൻചോല താലൂക്കിലെ അയ്യപ്പൻകോവിൽ, ചക്കുവള്ളം എന്നീ പഞ്ചായത്തുകളും ചേർന്ന നിയമസഭാ മണ്ഡലമാണ് പീരുമേട് നിയമസഭാ മണ്ഡലം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് മണ്ഡലത്തിൽ നിന്നും 1698 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറിയക് തോമസിനെ CPI സ്ഥാനാർത്ഥിയായിരുന്ന വാഴൂർ സോമൻ പരാജയപ്പെടുത്തിയത്. പീരുമേടിൽ നിന്ന് ഹാട്രിക് വിജയം നേടിയ ES ബിജിമോളുടെ പിൻഗാമിയായാണ് വാഴൂർ സോമൻ നിയമസഭയിലെത്തുന്നത്. വാഴൂർ സോമന്റെ വിജയത്തിനെതിരെ UDF സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസ് കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായില്ല. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ വെയർഹൌസ് കോർപ്പറേഷൻ ചെയർമാൻ ആയിരിക്കെയാണ് വാഴൂർ സോമൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. നാമനിർദ്ദേശ പത്രികയിൽ ഇക്കാര്യം മറച്ചുവെച്ചു എന്നായിരുന്നു സിറിയക് തോമസ് ഉന്നയിച്ച പ്രധാന ആരോപണം. വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക നൽകിയത് ഇരട്ട പദവിയുടെ പരിധിയിൽ വരുമെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ബാധ്യതകളും വരുമാനവും സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ച് നാമനിർദ്ദേശ പത്രികയിലെ പല കോളങ്ങളും പൂരിപ്പിച്ചില്ല എന്നും അപൂർണമായ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നുമായിരുന്നു സിറിയക് തോമസിന്റെ വാദം. അന്തിമ വിധിയിൽ കോടതി ഇതെല്ലാം തള്ളി. 1698 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വാഴൂർ സോമൻ ജയിച്ച മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ഇടതുപക്ഷത്തിനൊട്ടും എളുപ്പമല്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ചേലക്കര ഒഴികെ UDF-നായിരുന്നു വിജയം. ചേലക്കരയിലും ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി ഇടതുപക്ഷത്തിന് പരാജയം സംഭവിച്ചാൽ അത് 2026 പൊതു തെരഞ്ഞെടുപ്പിനെ സാരമായി തന്നെ ബാധിക്കും. ഇടതുപക്ഷം തുടർച്ചയായി വിജയിക്കുന്ന പീരുമേട്ടിൽ പരാജയപ്പെട്ടാൽ അത് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാകും. മുന്നണി ധാരണ പ്രകാരം CPI ആണ് മത്സരിക്കുന്നതെങ്കിലും CPM-നും സ്വാധീനമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പീരുമേട് മണ്ഡലത്തിൽ പരാജയപ്പെട്ടാൽ അത് ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ്. എന്നാൽ കടുത്ത രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും പീരുമേട് നിലനിർത്താൻ സാധിച്ചാൽ ഒരുപക്ഷെ 3ാം ഇടതുപക്ഷ സർക്കാർ എന്ന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന സ്ത്രീപീഡന ആരോപണം കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ UDF-ന് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുക അത്ര എളുപ്പമല്ല. രാഹുൽ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെ തൽക്കാലം കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ച് മുഖം രക്ഷിച്ചു എന്നത് നിസ്സാര കാര്യവുമല്ല. എന്നാൽ നിലവിലെ പ്രതിസന്ധികളെ മറികടന്ന് നിലമ്പൂര് പോലെ പീരുമേടും പിടിച്ചെടുക്കാൻ UDF-ന് സാധിച്ചാൽ കേരളത്തിൽ ഭരണമാറ്റത്തിനുള്ള വ്യക്തമായ സൂചനയായി അത് മാറും. അതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും മങ്ങിപ്പോയേക്കും. ഇനി BJP-യുടെ കാര്യം പറയുകയാണെങ്കിൽ പീരുമേട് അവർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമല്ല. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് വന്നാലും BJP പീരുമേട്ടിൽ എത്രത്തോളം ശക്തമായി നിലകൊള്ളുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ വരുമ്പോൾ LDF-നും UDF-നും പീരുമേട് നിർണായകമാകും. അതുകൊണ്ട് തന്നെ പീരുമേട് ഉപതെരഞ്ഞെടുപ്പ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് നിർണായകമാണ്. എന്നാൽ അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണ്.